ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ നിന്ന് ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്. ഊട്ടിയിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഒരുപാട് ബാഗുണ്ട്. ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. ഒരു വെറൈറ്റി സാധനം. ഞങ്ങൾ ഊട്ടിയിലേക്ക് മസനഗുഡി വഴിയാണ് പോയത്, അതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളെ കണ്ടു. ഞങ്ങൾ അന്താശ്ശേരി കഴിക്കാണ്. ഇതാണ് എന്റെ ടീംമേറ്റ്. ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു മാർക്കിന് നല്ല മുന്നേറ്റമാണ്. എന്റെ കൂടെ ഹലോ വർഷം ചെറിയ അതാണ് ആനന്റെ ഫാമിലി ഉണ്ട്. ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് മറ്റേ ഇതല്ലേ ഊട്ടി വർക്കി. ഊട്ടിയിലെ എന്തോ സ്പെഷ്യൽ ഡിഷാണ്. മസനഗുഡി വഴി പോകുന്നതുകൊണ്ട് ഹെയർ പിൻ ആയതുകൊണ്ട് നമ്മൾ ഛർദ്ദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ലൈം ടീ കുടിക്കാൻ വിചാരിച്ചു. ഓൾറെഡി ഒരാളിവിടെ ഛർദ്ദിക്ക് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് ട്രാവലറിലേക്ക് പോവാ. ഞങ്ങൾ ഊട്ടി ഓൾമോസ്റ്റ് എത്താനായി. മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി കഴിഞ്ഞില്ലേ? മസനഗുഡി കഴിഞ്ഞ് ഞങ്ങൾ ഹൈ റേഞ്ച് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഫാമിംഗ് നടത്തുന്ന സ്ഥലത്തെത്തി. ഞാൻ ഫാമിംഗ് കാണിച്ചു തരാം. ആ കാണുന്നൊക്കെയാണ് ക്യാബേജ്. ഞങ്ങള് ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ചു നേരം നിർത്തിയതാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ മൊത്തം. നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല തണുപ്പാണ്. ഞങ്ങള് ഫോട്ടോസ് സെക്ഷനിലാണ്. ഞങ്ങള് വീണ്ടും റോസ് ഗാർഡനിലെത്തി. റോസ് ഗാർഡൻ കൊള്ളാം. അത്യാവശ്യം നല്ല റോസസ് ഉണ്ട്. കുഴപ്പമില്ല. തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിടേണ്ടി വന്ന് വരുമ്പോ അതൊന്നും ഇടാതെ വന്ന. പക്ഷെ ഇവിടെ ഊട്ടിയെത്തിയപ്പോഴേക്ക് ഭയങ്കര തണുപ്പ്. ഇവിടെ അത്യാവശ്യം ടെമ്പറേച്ചർ നല്ല കുറവാണ്. പിന്നെ ഏകദേശം കുറച്ച് മഴയും പെയ്യുന്നുണ്ട്. അപ്പം അരുണിമേന്റെ കയ്യിൽ ജാക്കറ്റ് എടുത്തില്ല, അതുകൊണ്ട് അവള് തണുപ്പ് സഹിച്ചു നടക്കാണ്. ഇത് ജാദു. നിങ്ങൾ വേറൊരു സിനിമ കണ്ടു? ജാദു മഴ കാരണം ഞങ്ങൾ ഇവിടെ ഒരു ഷെഡിൽ കയറി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അജിത് എന്താ ഊട്ടിയിലെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഊട്ടി? അജിത്താന്റെ സ്വെറ്റർ വേണ്ട, ഒരു വെറൈറ്റി അല്ലേ? ഇവിടെ ഏറ്റവും ലൈറ്റ് ഡ്രസ് ഇട്ടാണ്. ഇത്ര തണുപ്പത്ത് ഇത് വീഡിയോ ആണ്. ഇത്ര തണുപ്പത്ത് ഇത്ര കഷ്ടപ്പെട്ട ലൈറ്റ് ഡ്രസ് ഇട്ടിട്ട്. ഇത് ഫുൾ കവർ. ഓ മഴ മഴ മഴ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര റഷാണ്.
മഹാരാജ പറഞ്ഞ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഇത് പഴയ ഹോട്ടലാണ്. മഹാരാജ പറയാൻ കാരണം എന്താ? ഹലോ ഗൈസ്, ഞങ്ങള് ഇതെന്താ പറയാ, മെയ്സിന്റെ ഉള്ളിൽ കയറിയാണ്. പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കാം. രണ്ടു വഴി കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മള് ഭയങ്കര തണുപ്പത്താ ഇപ്പൊ നടക്കുന്നത്. മെയ്സിന്റെ ഉള്ളിലാ കയറിയേ. വഴി കണ്ടുപിടിക്കണോ എങ്ങനെയാ പുറത്തേക്കുന്ന്. പക്ഷെ പൊതുവേ എനിക്ക് തണുപ്പ് അങ്ങനെ സഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഊട്ടിയിൽ. പുറത്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. കർണാടക കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്ലവേഴ്സ് നമുക്കിനി അടുത്തത് നമ്മൾ ഇവിടുന്ന് അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ഈ പാലത്തിലേക്കാണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞങ്ങള് എവിടെയാ നമ്മൾ പോകുന്നത്? മൂഡീസിലോ? നമ്മള് മൂഡീസില് ചോക്ലേറ്റ് കഴിക്കാൻ പോവാണ്. ഹോട്ട് ചോക്ലേറ്റ്, ഫേമസ് ഹോട്ട് ചോക്ലേറ്റ്. 110 മീറ്ററോട് നമ്മൾ നടക്കാൻ വിചാരിച്ച്. നല്ല തണുപ്പാണല്ലോ. ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുവോ? ഞങ്ങളിവിടെ എത്തി മൂഡീസ്. സോ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. അത് മാച്ചോ ഭയങ്കര തണുപ്പാണ് പുറത്ത്. നമുക്ക് റൂമിൽ അകത്തേക്ക് പോവാം. ഭയങ്കര കോൾഡ്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് സ്റ്റേയിലെത്തി. ഭയങ്കര തണുപ്പുണ്ട്. സോ ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഇങ്ങനെ ക്ഷീണിച്ചിട്ടല്ല, ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കാൻ റെഡി നിൽക്കുകയാണ്. ഇവിടെ ഒരു കിച്ചൺ, വർക്ക് ഏരിയ. ഞങ്ങളെ റൂം മുകളിലാണ്. ഇത് ഒരു റൂം. ഒളിച്ചു കിടക്കണം. എന്താ അവിടെ കിടക്കണേന്നോ? ഫുഡ് ഓർഡർ ചെയ്യാ. സെറ്റാക്കാൻ പോവാണ്. ഇതാണ് മീനാക്ക. മീനാക്ക സേ ഹായ്. ഹായ്. ഇപ്പൊ എലൈറ്റിന്റെ ചപ്പാത്തി വാങ്ങി, ഹാഫ് കുക്ക്ഡ്. അപ്പൊ ഇത് കുക്ക് ചെയ്യും. പിന്നെ കറിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. സോ ഇനിയാണ് പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ആവാൻ പോണേ. ക്യാമ്പ് ഫയർ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളതായ ഡാൻസ്, പാട്ട് അതൊക്കെ വരുന്നതാ. ബാൽക്കണിയിലെത്തി. ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ച്. താഴെ നമ്മളതാ ക്യാമ്പ് ഫയർ ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടൊരു സൗണ്ട് ഇങ്ങനെ. ഞങ്ങൾ രാവിലെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കർണാടക ഗാർഡനിൽ പോയി. കർണാടക ഗാർഡൻ അടിപൊളിയാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് സത്യം പറഞ്ഞ. സോ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇവിടെ നമുക്കൊരു ഇരിക്കുന്നൊരു പ്ലേസ് ഉണ്ട്. പക്ഷെ ഇവിടേക്ക് വന്ന് ഇരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലോണം തണുപ്പ് സഹിക്കണം. കണ്ടോ, ഇവിടെ ചെയറുണ്ട്. നമുക്കിവിടെ ചെയറിലൊക്കെ ഒന്ന് ഇരിക്കാം. പക്ഷെ ഇപ്പം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആകുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാവും. അത് നമുക്ക് അപ്പം ഇരിക്കാം. ഓക്കെ, സോ ക്യാമ്പ് ഫയർ ടൈം കാണാം. ബൈ. ക്യാമ്പ് ഫയർ വന്നതിന് ശേഷം എല്ലാവരും അതിന് ചുറ്റും ഡാൻസ്, പാട്ട് അതൊക്കെ ആയിരുന്നു. 1 മണിക്കൂറോളം ഡാൻസ് ചെയ്തു. പിന്നെ ടയേർഡായിപ്പോയി. പിന്നെ ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി. 10 മണിയാകുമ്പോഴേക്കും ഞാനൊക്കെ ഉറങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് വേഗം ഉറങ്ങി. രാവിലെ ഇവിടെ ഭയങ്കര തണുപ്പാണ്.
കോട കാണുന്നുണ്ടോ? ഒത്തിരി ചെടികളുണ്ട് നമ്മളെ ഈ സ്ഥലത്ത്. ഞാൻ വെച്ച് രാവിലെ കുറച്ച് നടക്കാൻ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്നാലും ജസ്റ്റ് നടക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. ഞാൻ മാത്രമല്ല, അരുണിമയുണ്ട്. അവളിപ്പോൾ വരും. ഭയങ്കര കാറ്റ്. കാറ്റ് കാറ്റ്. ഞാൻ അവിടുത്തെ ചെടി കാണിച്ച നല്ല പൂ. വെരി വെരി ബ്യൂട്ടിഫുൾ. ഇതെന്താ ഡാലിയാണോ? അത് മാത്രമല്ല, ഇവിടെ കുറേ ചെടികളുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികൾ. ഇതൊക്കെ എന്താ കാടാണെന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ അധികം പോകുന്നില്ല, വെറുതെ എന്തിനാ കാട്ടിലേക്ക് പോകുന്നില്ല. അവിടെയൊക്കെ ആ ഭാഗത്തോട്ട് ശരിക്കും ടീ പ്ലാന്റേഷൻ ആണ്. അവിടെയാണ് മൊത്തം കോടകൾ. കോട ഉണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പുണ്ട്. യെസ്, അപ്പം ഞങ്ങൾ നടക്കാൻ പോവാ. തണുപ്പുണ്ടോ? ശരിയില്ല, ഇതൊക്കെ എന്ത്? കുറച്ച് നടന്ന്, പക്ഷെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് ഞങ്ങളെ സ്റ്റേയിലേക്ക് തന്നെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നേരത്തെ കിടന്നല്ലോ, ഒരു 10 മണിക്കൊക്കെ കിടന്ന്. കാരണം ക്ഷീണിച്ചു പോയി. 4 മണിക്ക് നീച്ചതല്ലേ, അതുകൊണ്ട്. ഇത് കറ്റാർവാഴയുടെ പൂവാ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എൻ്റെ വീട്ടിൽ കറ്റാർവാഴയൊക്കെ ഉണ്ട്, പക്ഷെ ഈ പൂ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാട്ടു പോവാണ്. പോവാ, കാട്ടു പോവാ. കാടല്ല, അവിടെ വീടാ. കാടാന്ന് പറഞ്ഞിട്ട് വീട് കാണാൻ. ഇവിടെ ഇഷ്ടംപോലെ ഊട്ടിപ്പൂണ്ട്. നമുക്ക് കുറച്ച് പറിക്കാം. ലൗഡയിലെത്തി. 9:20 ട്രെയിൻ ഉണ്ട്, അതിന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് മാനേജർ. മാനേജറിനോട് ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഒന്നും പറയാനില്ല. ഇതാ നമ്മളെ കിലുക്കത്തിന് മോഹൻലാൽ. ഫോർ ദ ട്രെയിൻ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലവ്ലിയുടെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ. എങ്ങനെയുണ്ട് പ്രതീക്ഷ? ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്റെ വൈഫൈയോ? ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് ഇനി പായ്ക്കര വാട്ടർഫാൾസിലേക്ക്. ഇതൊക്കെ പാക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ലേക്കിൻ്റെ അടുത്തുള്ള 2 monkeys. നേരെ കുറേ monkeys. പൈൻ ഫോറസ്റ്റ് കണ്ട്. സോ ഞങ്ങൾ ഇനി പൈക്കര വാട്ടർഫാൾസിലേക്കാണ് പോണേ. ഇവിടെ ഫുള്ള് കോടയാണ്, ഫുള്ള് കോടയാണ്.
ക്യാരറ്റ്. നമ്മൾ ഈഡിൽ റോക്കിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ലതാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല മിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ നടന്ന് അവിടെ എത്തണം ഗൈസ്. ഇവിടെ വലിയ പാറകളാണ്. കാരണം ഇത് നീഡിൽ റോക്കാണ്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. സോ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനായി. പക്ഷെ നമുക്ക് ഞാൻ ജസ്റ്റ് എല്ലാവരും കാണിച്ചത്, എല്ലാവരും കൂടെ ശീലിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയിടും സോ ഞാൻ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ. ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര നാളായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്.